കൈരളി പീപ്പിളിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ എന്ന പ്രദേശത്താണ്. വേങ്ങരയിൽ ജനിച്ച് പ്രവാസ ജീവിതത്തിലൂടെ വ്യവസായ സംരംഭങ്ങളിലേക്ക് നീങ്ങിയ ഇന്ന് സ്വന്തം നാട്ടിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞ 15 വർഷക്കാലമായി വിശ്വാസ്യതയോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രമുഖ വ്യവസായിയാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. MR ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ TV മുസ്തഫ. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഒരു വേങ്ങര എന്ന ആ പ്രദേശത്ത് ജനിക്കുകയാണ്. ആ ബാല്യകാലത്തെക്കുറിച്ചാണ് ഞങ്ങളുടെ ഈ സ്വപ്നങ്ങളുടെ യാത്രയിലെ ആദ്യത്തെ ചോദ്യം. എങ്ങനെയായിരുന്നു ബാല്യകാലം? വേങ്ങര ഞാൻ സാധാരണഗതിയിൽ പറയാറുണ്ട്, ജനിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിലായിരിക്കണം, അത് കേരളത്തിൽ, അത് വേങ്ങരയിൽ, അത് മലപ്പുറം ജില്ലയിലാണെങ്കിൽ അത് വേങ്ങരയിൽ. വേങ്ങര എന്ന് പറയുമ്പോൾ വേഗത്തിൻ്റെ കര എന്നാണ് വേങ്ങരയുടെ ചുരുക്കം. വേങ്ങര സത്യം പറഞ്ഞാൽ വേങ്ങര ഒത്തിരി പുതുമകൾ നിറഞ്ഞൊരു പ്രദേശമാണ്. വേങ്ങരയിൽ ഒരു 95% ആളുകൾ പ്രവാസ ജീവിതം നയിക്കുന്നു. ഈ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പ്രവാസി ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. അത് വേങ്ങരയുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, ഇന്ന് താങ്കൾ ന്യൂയോർക്ക് പോയാലും ചെന്നൈയിൽ പോയാലും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അവിടെ ഒരു വേങ്ങരക്കാരൻ കാണും. ഇത് വേങ്ങരയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. അത്രയും നിഷ്കളങ്കമായ ഒരു വലിയൊരു ഗ്രാമം തന്നെയാണ് വേങ്ങര. തീർച്ചയായിട്ടും. ആ ബാല്യകാലം എങ്ങനെയായിരുന്നു? എൻ്റെ ബാല്യകാലം വളരെ വളരെ ആവേശഭരിതം എന്ന് പറയാവുന്ന രീതിയിലായിരുന്നു. എൻ്റെ ഫാമിലി പശ്ചാത്തലവും ഗ്രാമീണതയും പിന്നെ കുടുംബത്തിലെ ഏക ആൺതരി എന്നുള്ള ഒരു അഡ്വാൻറ്റേജും, അത് സ്നേഹവും കൂടുതൽ. തീർച്ചയായിട്ടും ആൺതരിയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവിടെ ഏക ആൺതരി എന്ന് പറയുമ്പോൾ സ്നേഹം ഏറ്റവും കൂടുതലായിരിക്കും. തീർച്ചയായിട്ടും. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് സിംഗപ്പൂരിൽ വ്യവസായിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടെ വെച്ച് തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം? സ്വന്തം നാട്ടിലെ സ്കൂള് കോളേജുകളൊക്കെ തന്നെയായിരുന്നു വിദ്യാഭ്യാസ മേഖലകൾ. അത് കഴിഞ്ഞിട്ടാണ് ഗൾഫ് രാജ്യത്തിലേക്ക് പ്രവാസ ജീവിതം 1982 ആദ്യമായി ഗൾഫിലേക്ക് പോകുന്നത്. എങ്ങനെയായിരുന്നു? കാരണം നേരത്തെ പറഞ്ഞു, വേങ്ങരയിലുള്ള എല്ലാവരും 99% ആൾക്കാരും പ്രവാസികളാണ്. വെറുതെ ഒരു പ്രവാസിയല്ല, കാരണം കഠിനാധ്വാനവും സത്യസന്ധതയിലൂടെ ജീവിക്കുന്ന ഒരു പ്രവാസികളാണ്. അതിൽ കൂടുതലും വ്യവസായ സംരംഭകരും. അതെ, സംരംഭകത്വം ബ്ലഡിൽ അലിഞ്ഞ ഒരു വിഭാഗമാണ് സ്വതവേ മലബാറുകാർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ എൻ്റെ ഗ്രാമം, എൻ്റെ വേങ്ങര അതിലൊന്നും കൂടെ മികച്ചു നിൽക്കുന്നു എന്ന് അഭിമാനത്തോടെ. തീർച്ചയായിട്ടും. ജനിച്ച നാട് നമുക്ക് എന്നും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെയൊക്കെ ഉയർന്നു നിൽക്കുമ്പോഴും, നമ്മൾ എവിടെയൊക്കെ വിജയത്തിൽ എത്തുമ്പോഴൊക്കെ നമ്മുടെ ജന്മനാട് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അറിയാതെ സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഈ മുണ്ട് മടക്കി കുത്തുക എന്ന് പറയുന്നൊരു പ്രവണത ഉണ്ടല്ലോ ഗ്രാമത്തിലൊക്കെ. ഇത് ചെയ്യാൻ എപ്പോഴെങ്കിലും നമുക്കൊരു വളർന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ എപ്പോഴെങ്കിലും അതിനൊരു അവസരം കിട്ടിയാൽ അത് എത്രത്തോളം നമ്മൾ ആഹ്ലാദഭരിതമാണ്. അത് നമ്മൾ അറിയാതെ നമ്മൾക്ക് കിട്ടുന്നൊരു തൃപ്തിയാണ്. ഇതൊരു ചെറിയ ഉദാഹരണം. അതുപോലെ തന്നെയാണ് നമ്മുടെ പഴയ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ, കൂടെ പഠിച്ച ആളുകളെ കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ അയൽവാസികളും മറ്റും നമ്മുടെ ആ ഒരു പ്രായത്തിൽ താലോലിച്ച ആളുകൾ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇടപഴകിയ ആളുകൾ, അവരൊക്കെ കാണുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ജീവിതത്തിൻ്റെ നമ്മൾ എത്തി നിൽക്കുന്ന തലങ്ങളോ അല്ലെങ്കിൽ അതൊന്നും പ്രസക്തമല്ല. ഒരിക്കലുമല്ല. കാരണം അവിടെ എന്നും ശ്രീ TV മുസ്തഫ എന്ന
ആ അവരുടെ നാട്ടുകാരിൽ ഒരാൾ. അതെ, അവരിൽ ഒരാൾ, അവരിൽപ്പെട്ട ഒരു സാധാരണക്കാരൻ, കൂട്ടുകാരുടെ ഒക്കെ ഇടയിൽ എന്നും ആ പഴയ ആ ഒരു കാലഘട്ടം തന്നെയാണ് നമുക്ക് എത്ര ഉയരങ്ങളിൽ എത്തിയാലും. തീർച്ചയായിട്ടും ഈ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മൾ ഇന്ന് എന്തായി തീർന്നു എന്നതിന്റെ നിദാനം അവരാണ്. ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ മാറുന്ന ഒരു കാലഘട്ടത്തിൽ താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം മാതാപിതാക്കൾ സ്വാധീനിച്ചിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കളെ സ്വാധീനിച്ചിട്ടുള്ളൂ. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്, ഇന്നും എൻ്റെ മദറും ഫാദറും ജീവിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പോൾ താങ്കളുടെ മുന്നിൽ ഈ ക്യാമറയ്ക്ക് മുന്നിലിരിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുൻപ് വരെ എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ ഉമ്മയോട് പറയാതെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എൻ്റെ മുഖത്ത് ഒരു ചെറിയ മ്ലാനത കണ്ടാൽ അത് തിരിച്ചറിയാൻ എൻ്റെ മാതാവിനെ കഴിയൂ. ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നിനും അത് കഴിയില്ല. കാരണം നമ്മുടെ ഗർഭം ധരിച്ച്, നമ്മളെ പ്രസവിച്ച്, നമ്മളെ മുലയൂട്ടി, അവരുടെ മുലപ്പാൽ കുടിച്ച് വളർന്ന ഞാൻ ഇന്ന് അവരെ മുമ്പിൽ ഞാൻ കൊച്ചുകുട്ടിയാണ്. ഇന്നും ആ ലാഘവത്തോടു കൂടി തന്നെയാണ് അവർ ഇന്നും എന്നോട് പെരുമാറുന്നതും.